നമസ്കാരം ആർപി. നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പിണറായി വിജയന്റെ വീടുകളിൽ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ വാടക വീട്ടിലും അദ്ദേഹത്തിന്റെ മരുമകൻ MLA ശ്രീ മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട് കോട്ടുള്ളിയിലെ വീട്ടിലും പിണറായി വിജയന്റെ കുടുംബ വീട് കണ്ണൂരിലും ED ഒരേ സമയത്ത് റെയ്ഡുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് വീണ വിജയന് അവരിപ്പോൾ തിരുവനന്തപുരത്താണ് ഉള്ളത്. ഇപ്പോൾ പിണറായി വിജയന്റെ വാടക വീട്ടിലാണ് അവരുള്ളത്. അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് ഈ CMRലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാസപ്പടി വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ റെയ്ഡുകൾ നടക്കുന്നത്. ഇതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ ഒരുപാട് നിഗൂഢതകൾ ഉണ്ടെന്നുള്ള ആരോപണങ്ങൾ നേരത്തെ വന്നിരുന്നു. അതെല്ലാം ED അന്വേഷിക്കുന്നതുമുണ്ട്. ഈ EDയുടെ സമൻസുകളും FIRും എല്ലാം റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഈ CMRലിന്റെ MD ആയിട്ടുള്ള ശശിധര കർത്ത ഹൈക്കോടതിയെ സമീപിക്കുകയും അത് കോടതി നിരുപാധികം തള്ളിക്കളയുകയും ചെയ്തിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ED ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത്. പക്ഷേ ഇതൊരു വളരെ അപ്രതീക്ഷിതമായൊരു നീക്കമാണ്. മാത്രമല്ല വളരെ ആസൂത്രിതമായിട്ട് തന്നെ 3 ജില്ലകളിലാണ് ഇപ്പോൾ ഈ റെയ്ഡ് ഒരേ സമയം നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം EDയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു സംസ്ഥാനത്ത് അത്തരത്തിലൊരു റെയ്ഡ്, പ്രത്യേകിച്ച് പിണറായി വിജയനെ പോലെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ വീടുകളിൽ ഇത്തരം ഒരു റെയ്ഡ് നടത്തുക എന്ന് പറയുന്നത് സ്വാഭാവികമായൊരു പ്രക്രിയയല്ല, വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അസ്വാഭാവികമായ നടപടി തന്നെയാണ്. ഇതിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തെ ആർപി എങ്ങനെ കാണുന്നു? ഇതിന്റെ ഒരു അനുരണങ്ങൾ CPIM ഇതിനെ എങ്ങനെ കയ്യിലെടുക്കും? മനോജ് കുറെ കാര്യങ്ങൾ ഒരുമിച്ച് പറഞ്ഞു. അത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് അതിന്റെ രാഷ്ട്രീയത്തിലേക്ക് പോവാം. ഒന്ന്, റെയ്ഡ് നടക്കുന്നത് പിണറായി വിജയന്റെ വസതികളിലും അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും മാത്രമല്ല, ഈ പറയുന്ന ശശിധരൻ കർത്ത എന്ന കരിമണൽ കർത്ത എന്ന എല്ലാവരും വിളിക്കുന്ന CMRലിന്റെ ഉടമസ്ഥൻ അദ്ദേഹത്തിന്റെ വീട്ടിലും റെയ്ഡ് നടക്കുന്നുണ്ട്. അത് ഒരു പ്രധാന കാര്യം. രണ്ടാമത്തെ കാര്യം, താങ്കൾ പറഞ്ഞതിൽ ഇതൊരു അപ്രതീക്ഷിതമാണ് എന്ന് താങ്കൾ പറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ അപ്രതീക്ഷിതമാണ്, നമ്മളാരും ഇത് പ്രതീക്ഷിക്കുന്നില്ല സാധാരണക്കാർക്ക്. പക്ഷെ ഇതിലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന, ഇതിൽ ആരോപിതരായിട്ടുള്ള ആൾക്കാർക്ക് ഇത് അപ്രതീക്ഷിതമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം വളരെ കൃത്യമായ സൂചനയായിരുന്നു ഇന്നലെ കോടതി നൽകിയത്. കോടതി ഈ കേസിൽ ഇത് ഭരണത്തണലിൽ, ഇത് നമുക്ക് 100% പറയാൻ സാധിക്കുന്ന കാര്യമാണ്. സംസ്ഥാന സർക്കാർ ഭരിക്കുന്നത് തങ്ങളാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഈ കേസിലെ EDയുടെ അന്വേഷണം മാത്രമല്ല, ഈ കേസിലെ എല്ലാവിധ അന്വേഷണങ്ങളും ഒന്ന് തടയാനും താമസിപ്പിക്കാനും പറ്റുമെങ്കിൽ തടസ്സപ്പെടുത്താനും ഒക്കെ കഴിഞ്ഞ കുറേ കാലമായിട്ട് സർക്കാർ സംവിധാനങ്ങൾ ശ്രമിക്കുന്നുണ്ട്. എക്സാലോജിക് കമ്പനി ശ്രമിക്കുന്നുണ്ട്, CMRL ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ അപ്പുറമാണ് കാര്യങ്ങൾ കോടതിയുടെ മുമ്പിലെത്തിയപ്പോൾ കോടതി ഇന്നലെ വളരെ വ്യക്തമായി, ചൊവ്വാഴ്ച ഇന്നലെ വളരെ വ്യക്തമായി തന്നെ ഇത് ഈ അന്വേഷണം തടസ്സപ്പെടുത്താനുള്ള ആ ഒരു നീക്കത്തെ നിർദാക്ഷിണ്യം അത് തള്ളിക്കളഞ്ഞു. അത് തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെ അടുത്തത് വരുന്നത് റെയ്ഡാണ് എന്ന് അറ്റ്ലീസ്റ്റ് വീണ വിജയനും ഈ CMRലിനും ഒക്കെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വെളുപ്പിനെ ഈ മഴയത്ത് ഇങ്ങനെ ഒരു റെയ്ഡ് നടക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒട്ടും അപ്രതീക്ഷിതമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വൻ തട്ടിപ്പിൻ്റെ കേസായിട്ട് വരാൻ സാധ്യതയുണ്ട് കൃത്യമായ അന്വേഷണം നടന്നു കഴിഞ്ഞാൽ. ഇത് നമ്മൾ തത്വമയി നേരത്തെയും പറഞ്ഞ കാര്യമാണ്. ഇതിപ്പോൾ 2.7 crores വീണ വിജയൻ്റെ എക്സാലോജിക് കമ്പനിക്ക് സേവനം കൊടുത്തത് മാത്രമൊന്നുമല്ല, ഇത് ഏതാണ്ട് 200 കോടി രൂപയുടെ ഒരു വ്യാപ്തിയുള്ള, അല്ലെങ്കിൽ ആ ഒരു ക്വാണ്ടിഫൈ ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു സീരിയസ് ഫ്രോഡാണ് നടന്നിരിക്കുന്നത്. ഇതിലെ EDയുടെ റിപ്പോർട്ടും അല്ലെങ്കിൽ മറ്റന്വേഷണങ്ങളും ഒക്കെ നമുക്ക് മാറ്റിവെച്ചാൽ ഇതിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് SFIO, ഈ ഓഫീസിൻ്റെ റിപ്പോർട്ടാണ് സത്യത്തിൽ ഇതിന് ആധാരമാകാൻ പോകുന്നത്. അതാണ് കോടതിയും എടുക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ റിപ്പോർട്ടാണ് നമ്മൾ ഈ പറയുന്ന EDയുടെ അന്വേഷണത്തിനും ആധാരം. ആ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് തന്നെ ഇത് വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു ക്രൈമാണ്, ഒരു സീരിയസ് ആയിട്ടുള്ള മണി ഇറഗുലേഷൻ ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്നുള്ള, ഇടപാട് നടന്നിട്ടുണ്ട് എന്നുള്ള കൃത്യമായ സൂചനയുണ്ട്. കൃത്യമായ രീതിയിൽ ഇത് അന്വേഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് വലിയൊരു, കേരളം കണ്ട ഒരു വലിയ ഫ്രോഡ് പരിപാടി ഇതായിരുന്നു എന്ന് തെളിയിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതയുണ്ട്.
അതുകൊണ്ട് തന്നെയാണ് ഇത് രാഷ്ട്രീയമാക്കി ഇതിനെ ഡൈവേർട്ട് ചെയ്യാൻ CPM ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയായിരിക്കും അവരത് കയ്യിലെടുക്കുക? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയായ പിണറായി വിജയനോട് കേന്ദ്രത്തിലെ BJPക്ക് പകയുണ്ട് എന്നുള്ള ഒരു ആരോപണത്തിന് സാധ്യതയില്ല. ഏത് തരത്തിലായിരിക്കും അവരത്? അല്ല, കേന്ദ്രമാണ് ഇതിനകത്ത് ഇത് ചെയ്യേണ്ടതെങ്കിൽ കേന്ദ്രം അങ്ങനെ പകയോടുകൂടി പെരുമാറുകയായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് ഇതെല്ലാം നടക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ ED ഒരു റെയ്ഡ് നടത്തുന്നതിനോ ED ഒരു അന്വേഷണം നടത്തുന്നതിനോ മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ള പരിഗണന അല്ലല്ലോ ഇവിടെ എക്സാലോജിക് കമ്പനിയുടെ MD അല്ലെങ്കിൽ അതിന്റെ ഉടമസ്ഥർ എന്നുള്ള നിലയിലാണ് വീണ വിജയനെ അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പൊ കേന്ദ്രം ഇതൊരു വേട്ടയാടൽ പ്രക്രിയയാണെങ്കിൽ കേന്ദ്രത്തിന് ഇത് നേരത്തെ ചെയ്യാമായിരുന്നു. അതിന് സംസ്ഥാനത്ത് VD സതീശൻ അധികാരത്തിൽ വന്ന് VD സതീശൻ്റെ കൂട്ടുപിടിച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമല്ല അത്. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ ഒരു പക്ഷേ CPM-ൽ നിന്ന് നമ്മളിത് പ്രതീക്ഷിക്കണം. കാരണം CPM-ന് കേന്ദ്രത്തിലും സംസ്ഥാനത്തും യാതൊരു പിടിവള്ളിയും ഇല്ലാതെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതെങ്ങനെയോ ഒരു രാഷ്ട്രീയമായി ഡൈവേർട്ട് ചെയ്യുക അല്ലാതെ അവർക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും? കോടതിയെ സ്വാധീനിക്കാൻ പറ്റില്ല, അന്വേഷണ ഏജൻസികളുടെ മുമ്പിൽ ചെല്ലാൻ പറ്റില്ല, സംസ്ഥാന പോലീസ് കയ്യിലില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? തെരുവിൽ കിടന്ന് മുദ്രാവാക്യം വിളിക്കുക. ഇന്ന് രാവിലത്തെ മുദ്രാവാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് അറിഞ്ഞുകൂടാ. ആരാടാ ഈ ED, ഇറങ്ങി വാടാ തെമ്മാടികളെ, അടിച്ച് നിന്നെ പറ്റിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് മുദ്രാവാക്യം വിളിക്കുന്നത്. കാണുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട്. ഈ മഴയത്ത് ഇത്രയും ആൾക്കാർ നിന്ന് പിണറായി വിജയന്റെ വസതിക്ക് മുമ്പിൽ പിണറായി വിജയൻ ഈ ഒരു കേസിൽ അല്ലെങ്കിൽ ഉൾപ്പെടുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? മകൾക്ക് വേണ്ടിയിട്ടാണ്. ഇത് പാർട്ടി വളർത്താനോ രാഷ്ട്രീയത്തിനോ വേണ്ടി ചെയ്ത കാര്യമേ അല്ല. CPM-മായി യാതൊരു ബന്ധമുള്ള ഒരു വിഷയമല്ല. അങ്ങനെ ബന്ധമുള്ള വിഷയങ്ങളിൽ പിണറായി ആരോപണ വിധേയനായിട്ടുണ്ട്. അതിൻ്റെ ഗുണം പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പാർട്ടിക്കും ബോധ്യമുണ്ട്. അത് വേറൊരു വിഷയമാണ്. പക്ഷേ ഇത് അങ്ങനെ ഒരു കേസേ അല്ല. ഇത് പാർട്ടിയുമായിട്ട് ബന്ധമില്ല, സർക്കാരുമായിട്ട് ബന്ധമില്ല, ഒന്നുമില്ല. അപ്പോൾ പിന്നെ ആ ഒരു കേസിൽ CPM അണികൾ പിണറായിയുടെ വീടിൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് ED-ക്കെതിരെ ഇറങ്ങി വാടാ തെമ്മാടികളെ എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്ന കാണുമ്പോൾ സഹതപിക്കുകയല്ലാതെ വേറെന്ത് ചെയ്യാനാണ്? ഈ വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളുടെ കാര്യം RP ഇപ്പോൾ സൂചിപ്പിച്ചു. അതുകൊണ്ട് ഞാനൊരു സംശയമായിട്ട് ചോദിക്കുകയാണ്. കാരണം ഈ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് സർക്കാരിൻ്റെ എല്ലാ സജ്ജീകരണങ്ങളും ഉപയോഗിച്ച് ഈ അന്വേഷണങ്ങൾക്ക് കഴിയുന്നത്ര തടസ്സങ്ങൾ സൃഷ്ടിക്കുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പിണറായി വിജയൻ വ്യക്തിപരമായും ശ്രമിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം വസ്തുതാപരമാണ്. ഇപ്പോൾ ഈ അധികാരത്തിൽ നിന്ന് നിഷ്കാസിതനായ ഈ വേളയിൽ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളുടെ ഒരു ഭയപ്പാടും കൂടിയാണോ അദ്ദേഹത്തെ വാശിയോടുകൂടി താൻ തന്നെ ആയിരിക്കണം പ്രതിപക്ഷ നേതാവ്? അല്ല, ഇത് താങ്കൾ പറയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു വലിയ ഉൾഭയം മകളുടെ കാര്യത്തിൽ ഉണ്ട് എന്ന് അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്ന പല ആൾക്കാരും പറയാറുണ്ട്. ഒരച്ഛൻ്റെ വ്യാകുലത എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. അല്ലെങ്കിൽ അത് അദ്ദേഹത്തിന് രാഷ്ട്രീയമൊന്നുമല്ല. രാഷ്ട്രീയത്തിനപ്പുറം അദ്ദേഹത്തിന് തൻ്റെ കാലശേഷം അല്ലെങ്കിൽ താൻ സ്വാധീനം ഉള്ള വ്യക്തി അല്ലാതായി മാറിക്കഴിഞ്ഞാൽ കുടുംബത്തിന് എന്ത് സംഭവിക്കുമെന്നുള്ള ഒരുപക്ഷെ അദ്ദേഹം ചിന്തിക്കുന്നുണ്ടാവും. ഞാനിത് ഉറപ്പിച്ചു പറയുന്ന കാര്യമല്ല, എൻ്റെ ഒരു ഊഹമാണ്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇത്രയും കാര്യക്ഷമമായിട്ട് ഒരു കേസ്, അത് സർക്കാരുമായി നേരിട്ട് ബന്ധം ഇല്ലാത്ത കേസാണ് അല്ലേ? ഒരു പ്രൈവറ്റ് കമ്പനിയാണ്, രണ്ടും പ്രൈവറ്റ് കമ്പനികളാണ്. അപ്പോൾ ഈ കേസിൽ CPM അണികളും CPM-ൻ്റെ നേതാക്കന്മാരും ഒക്കെ ഇടപെടേണ്ട കാര്യം പോലും ഇല്ല. ഇത് CPM-ൻ്റെ പാർട്ടി യോഗങ്ങളിൽ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വമൊക്കെ ചർച്ച ചെയ്ത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം പാർട്ടിയുമായിട്ട് ബന്ധമില്ലാത്ത കേസാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇതിനകത്തൊരു വലിയ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പിണറായിയും ഒന്ന് വേർതിരിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം ഈ 10 വർഷം പിണറായി തന്നെയായിരുന്നു പാർട്ടി. പിണറായി പറയുന്നതായിരുന്നു പാർട്ടി നയം, പിണറായി പറയുന്നതായിരുന്നു പാർട്ടി ചെയ്തിരുന്നത്. ചോദ്യം ചെയ്യാൻ ആരുമില്ലാത്ത അവസ്ഥയായിരുന്നു. ഇപ്പോഴത് ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് ഈ ഒരു കേസിൽ അദ്ദേഹം ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് ഇരുന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനം തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ചിന്തയെ അദ്ദേഹത്തിന് ഉണ്ടാകും. പക്ഷേ ഇങ്ങനെയുള്ള കേസുകളിലുള്ള ഒരു പ്രശ്നം മനോജ് ഞാൻ പറയാം, ഇത് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാം, തടസ്സപ്പെടുത്താം എന്നല്ലാതെ ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥയനുസരിച്ച് ഇതിൻ്റെ ലോജിക്കൽ കൺക്ലൂഷനിൽ ഇത് എത്തുക തന്നെ ചെയ്യും. എന്നായാലും വീണ വിജയൻ അറസ്റ്റ് ചെയ്യപ്പെടും. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. കാരണം ഇത് ക്ലിയർ കട്ട് കേസാണ്. ഇത് തടസ്സപ്പെടുത്താം, കോടതി വഴി ആശ്വാസത്തിന് വേണ്ടി ശ്രമിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതൊക്കെ നിയമവിധേയമാണല്ലോ. പക്ഷേ ഇതിന് പരിധിയുണ്ട്. ആ പരിധി കഴിയുമ്പോൾ ഇത് വീണ വിജയൻ പ്രതിക്കൂട്ടിലാവും. വീണ വിജയൻ മാത്രമല്ല, കൊടുത്തവരും സഹായിച്ചവരും ഒക്കെ പെടും. അതിനകത്ത് യാതൊരു സംശയവും ഇല്ല.
അപ്പോൾ ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എത്രത്തോളം തടസ്സപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളത് നോക്കട്ടെ. നീട്ടിക്കൊണ്ട് അത്രയേ ഉള്ളൂ. പിന്നെ ഇതിനെ രാഷ്ട്രീയമായിട്ട് കൊണ്ടുവന്നിട്ട് പിണറായി വിജയന് നഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ ജനസ്വാധീനം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തോടുള്ള ഇതൊക്കെ, ജനങ്ങളുടെ സ്വാധീനം എന്തായാലും ഇല്ല, പക്ഷെ പാർട്ടിക്കകത്ത് അദ്ദേഹത്തോട് വലിയ എതിർപ്പുണ്ട്. പാർട്ടിയെ നശിപ്പിച്ചു, തോൽപ്പിച്ചു, അധികാരത്തിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെ അതിന് കാരണക്കാരനായി അദ്ദേഹമാണ് എന്നാണ് പല സംസ്ഥാന അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റികളിലൊക്കെ വരുന്നതായിട്ട് നമ്മൾ പത്രത്തിൽ വായിക്കുന്നു. നമുക്കറിയില്ല, നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ആ പാർട്ടി അണികളിലുള്ള സ്വാധീനം ഒന്ന് തിരിച്ചു പിടിക്കാൻ, അദ്ദേഹത്തെ ഒരു രക്തസാക്ഷിയായി, ഒരു സഹതാപത്തിൻ്റെ ഒരു അന്തരീക്ഷം അദ്ദേഹത്തിന് വേണ്ടി ഉണ്ടാക്കാനും ആരെങ്കിലുമൊക്കെ ശ്രമിക്കുന്നതാവാം രാവിലെ കണ്ട ഈ പ്രകടനങ്ങളെല്ലാം. അതെ, ഈ തെരുവിലുള്ള പ്രകടനങ്ങളുടെ കാര്യത്തിൽ അതും കൂടി എനിക്ക് തോന്നുന്നു പരാമർശിക്കാതെ പോകുന്നത് ശരിയല്ല. ഈ തെരുവിലുള്ള പ്രകടനങ്ങൾ, അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ഈ ഗുവാവിളികൾ ശരിക്കും ഇഡിയെ വെല്ലുവിളിക്കുന്ന ഒരു കാര്യങ്ങളിലേക്ക് പോകുന്നു. ഇത് വരുമ്പോൾ ഇതിലൊരു ഇരട്ടത്താപ്പില്ലേ? കാരണം കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ അറസ്റ്റിലായ സമയത്ത് പാർട്ടി, അത് ഒരു വ്യക്തിയുടെ കാര്യമാണ്. ശരിക്കും ആർ പി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് പാർട്ടിയുമായി യാതൊരു ബന്ധവുമുള്ള ഒരു കേസല്ല, ഇതൊരു വ്യക്തിയുടെ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു കേസാണ്. പിണറായി വിജയൻ അതിൽ എക്സാലോജിക് ഏതാണ്ട് പാർട്ടി സംവിധാനമാണെന്നുള്ള നിലയിലാണ് ഇത് ചർച്ച ചെയ്യപ്പെട്ടത്. പക്ഷെ താങ്കൾ പറഞ്ഞ വളരെ കറക്റ്റാണ്. കോടിയേരിയുടെ മക്കൾക്ക് പ്രശ്നം വന്നപ്പോൾ കോടിയേരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പാർട്ടിയൊന്നും കൂടെ നിന്നില്ല. അത് വ്യക്തിപരമായ വിഷയമായിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കഴിഞ്ഞ 10 വർഷം പിണറായിയും പാർട്ടിയും തമ്മിൽ വ്യത്യാസമൊന്നുമില്ലായിരുന്നു. പിണറായിയാണ് പാർട്ടിയാണ് പിണറായി. അതുകൊണ്ട് അപ്പോൾ അതിലൊരു വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഇതിൽ എനിക്ക് തോന്നുന്നത് ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചോട്ടെ എന്ന് തന്നെയായിരിക്കും പാർട്ടി അണികളിലും 90% കരുതുക. അല്ലാതെ മറ്റൊരു തരത്തിലൊരു വികാരം ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ തെരുവുകളിൽ ഇളക്കം ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും CPM ശ്രമിക്കും. കാരണം അവർക്ക് ഇതൊരു രാഷ്ട്രീയം, ഇതിനകത്ത് അവർക്ക് ഒരു തിരിച്ചൊരു സ്പാർക്ക് ഉണ്ടാക്കാനുള്ള ഒരു അവസരം ഇതിനകത്തുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇതിനകത്ത് ED റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പിന്നെ ഈ രാഷ്ട്രീയം ഉണ്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേന്ദ്രത്തിന് അങ്ങനെ ഇദ്ദേഹത്തെ ആ രീതിയിൽ ചെയ്യണം എന്നുണ്ടായിരുന്നെങ്കിൽ അതിന് സതീശൻ മുഖ്യമന്ത്രിയായിട്ട് കൂട്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് വേറെ വഴിയുണ്ട്, ഇത്രയും ഏജൻസികളുണ്ട്. മമതാ ബാനർജിയെ ഡീൽ ചെയ്യാമെങ്കിൽ പിണറായി വിജയനെ ഡീൽ ചെയ്യാനാണോ വിഷയം? അപ്പം അതല്ല, ആ കേസിനെ അതിൻ്റെ വഴിക്ക് പോകട്ടെ എന്നാണ് കേന്ദ്രം വിചാരിച്ചിട്ടുള്ളത്. അത് അതിൻ്റെ വഴിക്ക് പോകുന്നു. തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. ആ തടസ്സങ്ങളെല്ലാം അതിജീവിച്ച് കേസ് വീണ്ടും ഫോക്കസിലേക്ക് വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.